അങ്ങനെ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ വള്ളി പൊട്ടിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാലോ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ കിളികളാണെന്നുള്ളത്. അപ്പൊ ഇങ്ങനെ കിളികൾ ഇങ്ങനെ പറത്തി വിടാനായിട്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ വെൽക്കം എവരിവൺ. അപ്പോൾ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് നമ്മുടെ എൻറ്റയർ ടീം മെമ്പേഴ്സിനെ വെൽക്കം ചെയ്യാം. അതിനു മുമ്പ് ഓഡിയൻസ് സെറ്റാണോ? അടിപൊളി. So let's welcome the entire team to Star Magic. തമ്മിൽ കാണുന്നുണ്ടെന്നാലും നാം രണ്ടാവേറെ കാലം പോയില്ലേ. കണ്ണിൽ പൂവക്കുണ്ടെന്നാലും നെഞ്ചിനുള്ള മുള്ളിൻ കൂടലേ. കാലങ്ങളേറെ കഴിഞ്ഞാലും കാലങ്ങളേറെ കഴിഞ്ഞാലും ശലോമുണ്ട് ഗീതങ്ങളാകുന്നവൻ എന്റെ സ്വാതുള്ളിലോരുണ്ടല്ലേ. തമ്മിൽ കാണുന്നുണ്ടെന്നാലും നാം രണ്ടാവേറെ കാലം പോയില്ലേ. കണ്ണിൽ പൂവക്കുണ്ടെന്നാലും നെഞ്ചിനുള്ള മുള്ളിൻ കൂടലേ. ഇതെന്താത് വന്ന് സ്റ്റാർ മാജിക് 7 വർഷമായപ്പോ നമ്മുടെ അംഗസംഖ്യ കുറഞ്ഞു വരികയാണോ അതോ കമ്പനി എടുത്ത് തൂക്കി കളഞ്ഞതാണോ? വയസ്സായവരൊക്കെ പറഞ്ഞോട്ടാണ്. അപ്പോ ഇപ്പോഴും പെൻഷൻ പറ്റിപ്പോയി. അല്ല, വയസ്സായവരപ്പോ പെൻഷൻ പറ്റിപ്പോയി. അപ്പൊ സ്റ്റാർ മാജിക് ഇന്ന് മുതൽ ഒരു ന്യൂ ജനറേഷൻ വേർഷനിൽ നിങ്ങൾ കാണും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഗൈസ്. ഹേ ഗൈസ്, നമ്മുടെ അതേ വൈബിലുള്ള കുറച്ച് ന്യൂ ജനറേഷൻ പിള്ളേരുണ്ട്. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ഷോ, റൈറ്റ്? ശരിയാണല്ലേ, നമ്മുടെ വൈബ് വേറെ ആയിരുന്നു ഇത്ര നാളായിട്ട്. കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 2 കൗണ്ടർ പറഞ്ഞു തുടങ്ങണം. കാരണം നമ്മുടെ ചേട്ടന്മാരോട് ഇങ്ങനെ പറഞ്ഞ ഇൻസ്റ്റന്റ് ആയിരിക്കും. ചേട്ടന്മാര് ശരിക്കും മുത്തായിരുന്നു. ഇപ്പോഴത്തെ കാരണം നമ്മുടെ ടീമാണ്. അപ്പൊ തുടങ്ങിക്കോ. അല്ല ടീം ആ ലിസ്റ്റിൽ ഔട്ട് ആവേണ്ടതായിരുന്നില്ല. പിന്നെ എങ്ങനെ ഇന്നായി ഡൈ ചെയ്യണോണ്ടാ? ഓ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. നിങ്ങൾ വന്ന് ഡാൻസ് ചെയ്യുന്ന തന്നെ പരിപാടി പൊളിഞ്ഞു എപ്പിസോഡില്. അതായത് ചേട്ടന്മാര് വരുമ്പോ ബിനുചേട്ടന്റെ വയറ് വെച്ചിട്ടുള്ള ആ സ്റ്റെപ്പ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ശ്രീവിദ്യയുടെ ഡാൻസ് എന്റെ അമ്മ സൂപ്പർ. അപ്പൊ നമ്മൾ ഡാൻസ് ബോറാണോ ചേച്ചി? ഈ ന്യൂ ജനറേഷൻ ആൾക്കാരെ കൊണ്ട് നമുക്ക് എപ്പിസോഡ് എത്ര വർഷം ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്ന എനിക്കൊരു ഉറപ്പില്ല. ഇൻട്രോ ഡാൻസ് നിന്ന് നമുക്ക് തുടങ്ങാം. അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തുനിന്നൊരു കുറച്ച് പേര് ഇറക്കിയിട്ടുണ്ട്. ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണോ വരുന്നത്, അത് ഞങ്ങൾ അവരെ പഠിപ്പിക്കണോ? വരും പറയാം. അപ്പൊ സ്റ്റാർ മാജിക്കില് ഞങ്ങളെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടിട്ട് 4 ഡാൻസ് മാസ്റ്റേഴ്സ്, അതും ഡിഫറെന്റ് സ്റ്റൈൽ ഓഫ് ഡാൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകേണ്ടത്. ഒരു വലിയ കൈ എടുക്കാം പ്ലീസ്. വണ്ടി വണ്ടി വെള്ളക്കാർ കൊടുത്ത വണ്ടി ദണ്ഡവാള മേല നിന്ന് ദമ്മടിക്കും വെള്ളക്കാർ കൊടുത്ത വണ്ടി ദണ്ഡവാള മേല നിന്ന് ദമ്മടിക്കും തടക്ക് സൗണ്ട് ഇത് വെടല പൊണ്ണ പോലെ ഇടുപ്പ കുളുക്കി മറണ്ട തലവാ. കലക്ക് ഈ ഗാന പാടി കലക്ക് കടല പോട്ട് മടക്കും തലവാ. ചേട്ടാ എന്ത് പറ്റി? താക്കോലാണോ? എന്ത് പറ്റി? എനിക്കൂ എന്തെങ്കിലും പറ്റിയോ? എന്ത് പറ്റി? നിലത്ത് കിടന്ന് എഴയണുണ്ടല്ലോ. ഒരു നീന്തൽ പഠിപ്പിക്കാൻ വന്നെയാണ്. അല്ല ഇത് കാര്യം ചോദിക്കട്ടെ, ഒരു ചരുവം കിട്ടുവോ? നമ്മളെ ഒരു കാര്യം പറയട്ടെ, ചേട്ടൻ മാത്രം നീതി പുലർത്തി. കാരണം ഇതൊരു ക്ലാസിക്കൽ കൈൻഡ് ഓഫ് ഒരു സെമി ക്ലാസിക്കൽ ആണല്ലോ. ഈ പാട്ടിന് എങ്ങനെ ഇങ്ങനത്തെ ഡാൻസ്? സംഗതി ഞങ്ങളെ ചതിക്കുകയായിരുന്നു. ഞങ്ങൾ വരുമ്പോ ഞങ്ങൾക്ക് സെപ്പറേറ്റ് പാട്ടിട്ട് തരാന്നാണ് കമ്പനി പറഞ്ഞത്.
പക്ഷെ ഇവര് ഞങ്ങൾ ചതിച്ചു കളഞ്ഞു. പക്ഷേ ഞങ്ങൾ അത് തളരാൻ പാടുണ്ടോ? ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. ഞങ്ങളുടെ ഓരോ വിഭാഗത്തിൽപ്പെട്ട ഡാൻസ് പാടിയാലും പക്ഷെ നമ്മൾ നന്നായിട്ട് കിതയ്ക്കുന്നുണ്ട്. ഹലോ മിസ്റ്റർ വിത്തമൻ, നിർത്തും നിർത്തും. ഞാൻ സാബു ദേവ ജക്കി ജക്കി. ഈ രാജകൊട്ടാരത്തിലെ പഠനം എന്തിനാ ഇവിടെ വന്നേക്കുന്നത്? ഇത് പഠനല്ല, ആരായിട്ട് വരും? പ്രഭുദേവയുടെ ശിഷ്യനായിട്ട് വരും. ഓ ഐ സീ. ഇതല്ല, ഇത് കൊല്ലത്തെ സ്റ്റാൻഡില് മാജിക് കളിക്കുന്ന രാജനാണ് നീ. ഒന്നും പറഞ്ഞു കൊടുക്കുമൊന്നുമല്ല. ഹലോ, സീറ്റ് കവറിന്റെ പരിപാടി ഉണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഡ്രസ് അതെ, അതുകൊണ്ട് ആ മെറ്റീരിയൽ കൊണ്ടാണ് അടിച്ചേക്കുന്നത്. എന്നെ ഞാൻ തന്നെ ഒന്ന് പരിചയപ്പെടുന്നു. കാസറ്റ് രവീന്ദ്രൻ. കാസറ്റോ? അല്ല, ഞാൻ സിനിമയിലൊക്കെ ഡിസ്കോ രവീന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിനെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ അതിന് മുമ്പുള്ള ആളാണ്. ഡിസ്കൊക്കെ അത് കഴിഞ്ഞതിന് ശേഷമല്ല വന്നത്. കേരളത്തിൽ ഈ നൃത്തത്തിന് കഴിഞ്ഞതിന് ശേഷം പാശ്ചാത്യ സംസ്കാരത്തിലുള്ള നൃത്തം കൊണ്ടുവന്നത് എന്റെ ആശാന. അത് സംഭവിച്ചല്ലോ, അത് സംഭവിച്ചു. നോക്കൂ, അതെന്റെ ആശാന. ഡാൻസിന്റെ അടിവേരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടിവയറോ? ഇതാണോ അടിവേരെന്നല്ല പറഞ്ഞേ, അടിവേര്. അടിവേര. അതായത് റൂട്ട്? ഇത് അടിവയറല്ല, ഇത് നിറവയർ. മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ, ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. അതിന് മുമ്പ് ആ. നമ്മുടെ നാട്യശാസ്ത്രത്തില് കയ്യെന്നിർത്ത് കണ്ണെത്തണമെന്നും കണ്ണെത്തുന്നിടത്ത് കയ്യെത്തണമെന്നാണ്. അതെ അതെ അതെ. 9 മണിക്ക് മുമ്പ് ബിവറേജ് ചെല്ലണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ അടിത്തറയിൽ നിന്നാണ് ഇതര ഡാൻസുകൾ ഉണ്ടായിരിക്കുന്നത്. ഹലോ, നിങ്ങളുടെ ടീച്ചർ ആരാണ്? എന്താണ് നിങ്ങളുടെ പേര്? ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് കുടസനാട് ലീലാകൃഷ്ണൻ. കുടച്ചനാട് ലീലാകൃഷ്ണൻ. കൊള്ളാം, നന്നായിട്ട് ചേരുന്നുണ്ട്. ആ പേര് എങ്ങനെയുണ്ട്? പേരൊക്കെ വസ്ത്രവും എല്ലാം നന്നായിട്ട് ചേരുന്നുണ്ട്. താങ്ക് യു. സാറിനെ പറ്റി ഒന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ റോണി കണ്ടംപററി. റോണി കണ്ടംപററി. കണ്ടംപററി. എടാ, നിനക്ക് സത്യം പറഞ്ഞ കണ്ടംപററി അല്ല നല്ലത്, കണ്ടത്തിൽ പണി. അതാണ് കണ്ടംപററി. ഞാൻ കാണിച്ചു തരാം. എങ്ങനെ വണ്ടി വണ്ടി റെയില് വണ്ടി വെള്ളക്കാരൻ കൊടുത്ത വണ്ടി ദണ്ടവാള മേലെ നിന്ന് ദമ്മടിക്കോ ദമ്മടിക്കോ. വണ്ടി വണ്ടി റെയില് വണ്ടി വെള്ളക്കാരൻ കൊടുത്ത വണ്ടി ദണ്ടവാള മേലെ നിന്ന് ദമ്മടിക്കോ ദമ്മടിക്കോ. തടക്ക് തടക്ക് സൗണ്ട് ഇത് വെടല പൊണ്ണ പോലെ ഇടുപ്പ കുണുക്കി വരണ്ട തലവാ. കലക്ക് 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 ഈ ഗാന പാടി കലക്ക് കടല പോട്ട് മടക്കും തലവാ. നന്നായിട്ടുണ്ട്. ഇതിന്റെ വടക്ക് ഭാഗത്തും നിറയെ കണ്ടമാണ്. അങ്ങോട്ട് വിട്ടോളൂ, അവിടെ പോയി പറിക്കുവോ നടുവോ എന്താണെന്ന് വെച്ചാൽ. 2 ബംഗാളിനെ മാറ്റിയിട്ട് നിനക്ക് അവിടെ ഇറങ്ങാം. മിസ്റ്റർ പുലിപ്രഭാകരൻ, എന്താ? താങ്കൾ പുലികളിക്ക് പോകുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും നിങ്ങളെ പോലെ ഒരു സാധനം മാത്രം ഇട്ടുകൊണ്ട് നടന്ന് പട്ടിണി കിടന്ന് ചാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ സീസണൽ പരിപാടിയുമായിട്ട് മുമ്പോട്ട് പോകുന്നതാണ്. എല്ലാത്തിനും പോകും. അത് ഈ തീ തുപ്പലൊക്കെ ഉണ്ടോ? പിന്നല്ലേ ഉണ്ടോ? തീയും തുപ്പും ഈ തിന്നുകയും ചെയ്യും. അല്ല, ഇനി ഞാൻ സാറിന്റെ അടുത്തും ചോദിച്ചോട്ടെ, സാറിനെ പറ്റി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എന്റെ പേര് അദ്ദേഹം ചങ്ങലയും പൊട്ടിച്ചാ വന്നിരിക്കുന്നത്. പ്രഭു ദേവയുടെ അടുത്ത ശിഷ്യൻ ദേവപ്രഭു. മൊത്തം എനിക്ക് തോന്നുന്നു നിങ്ങൾ ആ പ്രഭു അല്ല, പിന്നെ? മറ്റേ ബംഗാളി പ്രഭുവാണ്. പ്രഭു അല്ല, ആ പ്രഭു അല്ല. അല്ലല്ല, ഒരിക്കലും ആ പ്രഭുവാണ്. പിന്നെ നീ ഇപ്പൊ കള പറിക്കുന്നോ ഇതൊക്കെ പറഞ്ഞ് കണ്ടംപററി. എന്റെ മെയിൻ എന്ന് പറഞ്ഞാൽ ഗ്ലാസ്സിൽ കൂടെ പോവുക. ക്ലാസ്സിൽ കൂടെയോ? ചില്ലി ചില്ലി അതെ, എന്താ അറിയാം, ക്ലാസ് ഇങ്ങനെ പിടിച്ച് പോകുന്നു. അത്ര ഇങ്ങനെ ആ, ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ബാർ അടയ്ക്കും. പിന്നെ അവർ പിടിച്ച് വെളിയിൽ കളയും. പിന്നെ ഈ ഗ്ലാസ് പിടിച്ചാ വീട്ടിൽ പോകും. അടിച്ചു സെറ്റായിട്ട് ഇത് സത്യമാണല്ലേ? സമ്മതിച്ചു കൊടുക്കാനുള്ള? അല്ലല്ല, ഇത് ഞാൻ ഒരു പ്രാവശ്യം ഞാൻ നേരിട്ട് കണ്ടായിരുന്നു. എന്റെ ഒരു സുഹൃത്തുണ്ട് പന്തളത്ത്. പുള്ളിൽ നിന്നാണ് എനിക്കിത് കിട്ടിയത്. ഒരു ദിവസം ഞാൻ പന്തളത്ത് ചെന്നപ്പോ ഞാൻ നോക്കിയപ്പോ പോകുന്ന ഇങ്ങനെ ഒരു ഭിത്തി വന്ന പുറം കൊടുത്ത്, പിന്നെ പുറത്തൂടെ ഇങ്ങനെ പുറം ചാരി. മകനെ എഞ്ചിനീയറിംഗിനല്ലേ പഠിക്കുന്നത്? അതെ, ഈ കോസ്റ്റ്യൂം അവനത് മുതൽക്കൂട്ടായിരിക്കും. അപ്പോ നിങ്ങളുടെ ആഗമന ഉദ്ദേശത്തെ പറ്റി ഇവരോടും കൂടെ ഒന്ന് പറഞ്ഞു.